അഭിഷേകമന്ന എന്ന വചന സന്ദേശത്തിലേക്ക് നമ്മൾ ഓരോ ദിവസവും അടുത്തു വരുമ്പോൾ സമാധാനത്തിൻ്റെ ദൂത് നമ്മളോട് അറിയിച്ച നമ്മുടെ കർത്താവ് എന്നും നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. യേശു പറയുകയാണ്, 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടിയോ അവിടെ മധ്യേ ഞാനുണ്ട്. കർത്താവ് അങ്ങനെ പറയാൻ കാരണം നമ്മുടെ കൂടെ ഉള്ള ഒരു ദൈവമാണ് അവൻ. നമ്മുടെ കൂടെ എപ്പോഴും നമ്മളെ സഹായിക്കുന്ന ദൈവമാണ്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വചനത്തിൽ പൗലോസ് തടവറയിൽ കിടന്നുകൊണ്ട് പറയുന്ന ഒരു വചന സന്ദേശമാണ്, ഈ സമാധാനം സകല ബുദ്ധിയെയും കവിയുന്നതാണ്. നമ്മുടെ ദൈവം തരുന്ന സമാധാനത്തിന്റെ പ്രത്യേകത സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനമാണ്. കാരണം മാനുഷിക ബുദ്ധിയെ ഗ്രഹിക്കാൻ സാധിക്കാത്ത ദൈവിക സമാധാനത്തിന്റെ ആഴത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് ഒന്നാമതായി നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. രണ്ടാമതായി, ഞാൻ നിന്നോട് കൂടെയുണ്ട്. മത്തായി 28-ന്റെ 20-ാമത്തെ വചനഭാഗത്ത് യേശു പറയുകയാണ്, ലോകാവസാനം വരെയും ഞാൻ നിന്നോട് കൂടെയുണ്ട്. കാരണം ദുഃഖിച്ച് ക്ഷീണിച്ചിരിക്കുന്ന ശിശുഗണങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ സഹായകനായ പരിശുദ്ധാത്മാവിനെ വാഗ്ദത്ത പ്രകാരം നിങ്ങളുടെ മേലേക്ക് പകരാനുണ്ട്. ഞാൻ പോയി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. കാരണം അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. ആത്മീയ ഫലത്തിൽ രണ്ടാമത്തായ ആത്മീയ സമാധാനം, സന്തോഷവും സമാധാനവും ഒക്കെ നമ്മൾ അനുഭവിക്കണം. സ്നേഹം, സന്തോഷം, സമാധാനമൊക്കെ നമ്മൾ അനുഭവിക്കാൻ ദൈവം തന്നതാണ്. ഈ സമാധാന ദൂത് ലോകത്തിൽ മനുഷ്യർക്കില്ലാത്ത ഒന്നാണ് സമാധാനം. ചിലർ പറയലേ, ഒരു സമാധാനവും തരുന്നില്ല. മക്കളിലൂടെ സമാധാനക്കേട് ഉണ്ടാകുന്നു, മാതാപിതാക്കളിലൂടെ സമാധാനക്കേട് ഉണ്ടാകുന്നു, അയൽവാസികളിലൂടെയും കുടുംബത്തിലുള്ളവരിലൂടെയും ജോലിസ്ഥലത്തൊക്കെ നമുക്ക് പല വിധത്തിലുള്ള സമാധാനക്കേട് ഉണ്ടാകുമ്പോൾ യേശു പറയുക, എൻ്റെ അടുക്കൽ എന്നെ വിളിച്ച് നിങ്ങൾ കടന്നു വാ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. കാരണം ലോകത്തിന് ആർക്കും തരാൻ കഴിയാത്ത ദൈവിക സമാധാനമാണ്. യേശു പറയാണ്, ഞാൻ ലോകത്തിലേക്ക് വന്നത് സമാധാനത്തിന്റെ ദൂത് അറിയിക്കാൻ വേണ്ടിയാണ് വന്നത്. അന്ധകാരത്തിൽ കഴിയുന്ന ജനത്തിന്, അന്ധകാരത്തിന്റെയും പാപത്തിന്റെയും അവസ്ഥയിൽ കഴിയുന്ന ജനത്തിന് സ്വർഗത്തിന്റെ സമാധാനത്തെ പകരുവാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. സമാധാനത്തിന്റെ സദ്വർത്തമാനമാണ് യേശുവിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. വചനം കേൾക്കുന്നവരുടെ അകത്ത് സമാധാനത്തിന്റെ ഒരു വെളിച്ചം വീശാൻ തുടങ്ങും, ഒരു സന്തോഷം പകരാൻ തുടങ്ങും. ഈ ഒരു സന്തോഷത്തിന്റെ അനുഭവത്തിലേക്കാണ് ദൈവം ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതിന്റെ 2-ാം ഭാഗത്തിലേക്ക് പോകുമ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നൽകുന്ന ഉത്തരവാദിത്തങ്ങളിലെ ഒരു ഭാഗമാണ്, ഞാൻ അന്ത്യത്തോളം നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് സകല ജാതികളോടും സുവിശേഷം അറിയിക്കണം. സമാധാനം കിട്ടാത്തവർക്ക് സമാധാനത്തിന് ദൂത് കൊടുക്കാൻ പറ്റിയല്ലോ. സന്തോഷം അനുഭവിക്കാത്തവർക്ക് സന്തോഷത്തെക്കുറിച്ച് പറയാൻ കഴിയില്ലല്ലോ. സൗഖ്യവും വിടുതലും അനുഭവിക്കാത്തവർക്ക് സൗഖ്യത്തെക്കുറിച്ച് പറയാൻ പറ്റൂ. ആദ്യം നമുക്ക് ആന്തരിക തലത്തിലാണ് ഒരു സൗഖ്യം വേണ്ടത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല ആന്തരിക മുറിവുകളോ ആന്തരിക വേദനകളോ വിഷമതകളൊക്കെ ഉണ്ടാകും. ചിലർ പറയുന്ന വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് വലിയ മുറിവായിരിക്കും. ചെറുപ്പകാലത്ത് നമ്മുടെ ഉള്ളിലുള്ള ഭയമായിരിക്കാം നമ്മളെ ദൈവത്തോട് അടുപ്പിക്കാൻ തടസ്സമായി നിൽക്കുന്നത്. എന്നാൽ ഞാൻ പറയാം, കർത്താവിൻ്റെ വചനവും കർത്താവിൻ്റെ ആത്മാവും നമ്മുടെ മേൽ കടന്നു വരുമ്പോഴുണ്ടല്ലോ, പഴയ അവസ്ഥയിൽ നിന്നെല്ലാം നമുക്ക് മാറ്റം വരും. കാരണം പുതിയ സദ്വർത്തമാനമായ ദൈവത്തിൻ്റെ സത്യവചനം നമുക്കെല്ലാവരോടും വിളംബരം ചെയ്യുവാൻ ദൈവം ഇടയാക്കും. ഇങ്ങനെ വിളംബരം ചെയ്യാൻ ഇടയാക്കുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നതാണ്, എൻ്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. ഈ ഒരു കാത്തിരിപ്പ് അപ്പസ്തോല പ്രവർത്തനം 1-ന്റെ 4-ാമത്തെ വചനഭാഗത്ത് വാഗ്ദത്തത്തിനായി കാത്തിരിക്കുക. വാഗ്ദത്തം എന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ പറ്റിയാണ്. കാരിസ്ഥൻ, നമ്മളെ സഹായിക്കുന്നവൻ, ശക്തിപ്പെടുത്തുന്നവൻ, നമ്മളെ അഭിഷേകം ചെയ്യുന്നവൻ. ഈ കാര്യസ്ഥനായ കർത്താവിൻ്റെ അടുക്കലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്.
പ്രിയമുള്ളവരെ, നമുക്ക് സമാധാനം വേണോ, സന്തോഷം വേണോ? പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വെളിപ്പെടണം. പരിശുദ്ധാത്മാവാണ് സഭയെ ഒരുക്കുന്നത്, കുടുംബത്തെ ഒരുക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുക്കുന്നത്, നമ്മുടെ മാതാപിതാക്കളെ ഒരുക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരീകരണം ഉള്ള ഒരു അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടാനുള്ള ഒരു സാധ്യത നമുക്ക് തുറന്നു തരും കർത്താവ്. ഈ ആത്മസ്വാതന്ത്ര്യം നമുക്കൊന്ന് ഹൃദയത്തെ ഒരുക്കാം. നമുക്കൊന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എൻ്റെ ഉള്ളിൽ അങ്ങ് അയച്ചു തന്ന ആത്മാവ് എൻ്റെ ഉള്ളിൽ അതിശക്തമായി വെളിപ്പെടണം. കാരണം ആത്മാവിൻ്റെ ഉള്ള ഒരു വെളിച്ചം യേശു കർത്താവിലൂടെ എനിക്ക് വെളിപ്പെടാൻ ഇടവരണം. എൻ്റെ ഉള്ളിലുള്ള വെറുപ്പോ, വിദ്വേഷമോ, വാശിയോ, വേദനയോ, എല്ലാം മാറണം. കാരണം പരിശുദ്ധാത്മാവ് വരും, ഇതെല്ലാം മാറ്റം വരും. പുതിയൊരു അനുഭവം തന്ന് എന്നെ ബലപ്പെടുത്തണം. ഈ വചനത്തിന്റെ വെളിപ്പാട് എന്നെ നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.